ജിമ്മിലെ ട്രെയിനർമാർക്ക് എന്ത് സുഖമാണ് അല്ലേ? ജിം അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഓപ്പണിംഗ് ടൈമിൽ വന്നാൽ മതി, വൈകിട്ട് വന്നാൽ മതി, അതുവരെ ഫ്രീ ആയിട്ട് റെസ്റ്റ് എടുത്ത് കിടക്കാം. നമ്മളെപ്പോഴേലും ഒരു വട്ടയിലും കേട്ട ഒരു ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോടാണ്, നിങ്ങൾ വരുന്ന ടൈമിലല്ല ജിം ഓപ്പൺ. ജിം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5:30 ആയിരിക്കും, 5 മണിക്കായിരിക്കും. അങ്ങനെ ഓപ്പൺ ആവണമെങ്കിൽ നമ്മുടെ അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 3/4 മണിക്കൂർ മുമ്പ് എഴുന്നേക്കണം. നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അതിന് മുമ്പേ എഴുന്നേക്കണം. എന്നിട്ട് ജിമ്മിൽ വരണം, ഓപ്പൺ ചെയ്യണം. ഈ എല്ലാ ക്ലയൻസിനെയും ട്രെയിൻ ചെയ്യണം. എന്നിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 9:30-10 മണി വരെ ഓപ്പൺ ആയ ജിം ആണെങ്കിൽ 10 മണി കഴിഞ്ഞിട്ടാണ് എല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നത്. ഒരു 2 മണിക്കൂർ നോക്കിക്കോ. ഒരു 12 മണി ആയി കഴിഞ്ഞാൽ തിരിച്ചു പോയിട്ട് വേണം സാധനം വാങ്ങിക്കൊണ്ട് പോകാനായിട്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ സാധനം മേടിക്കുന്നത്. ജിം കഴിഞ്ഞിട്ടാണ് എല്ലാവരും മേടിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന ടൈം അതാണ്. ഈ സാധനം എല്ലാം വാങ്ങി വീട്ടിൽ പോയി ഉണ്ടാക്കി ഫുഡ് കഴിക്കുമ്പോൾ, രാവിലത്തെ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ 1 മണി കഴിയും, ഇല്ല 1 മണിയാവും. അപ്പം ഈ ചോദിക്കുന്ന ആൾക്കാരോട് എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? അത് രാവിലെ 7:30 8 മണിയാകുമ്പോൾ കഴിക്കണം, അല്ലെങ്കിൽ ഗ്യാസ് കയറും എന്ന് പറയുന്ന ആൾക്കാർ ഒരു കാര്യം ആലോചിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും ലഞ്ച് കഴിക്കുന്നതും ഒരുമിച്ചാണ് ഒരുമാതിരി എല്ലാ ട്രെയിനേഴ്സും. പിന്നെ അടുത്ത ഫുഡ് ഉണ്ടാക്കി ചിലപ്പം ജിമ്മിൽ പോകുന്നതിന് മുമ്പ് കഴിക്കും, അല്ലെങ്കിൽ അത് പൊതിഞ്ഞു കൊണ്ടുപോയി ജിമ്മിൽ കൊണ്ടുപോയി കഴിക്കും. ഇതാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരോടും പറയും, നിങ്ങൾ 7 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങണമെന്ന് പറയുന്ന ട്രെയിനേഴ്സ് എത്ര മണിക്കൂർ ഉറങ്ങുമെന്ന് നിങ്ങൾക്കറിയാവോ? പല ആൾക്കാരും 3 മണിക്കൂറും 4 മണിക്കൂറും താഴെ ഉറങ്ങുന്ന ആൾക്കാർ വരെയുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങളുടെ അടുത്ത് പറയും, നിങ്ങൾ ഇത്ര മീല് കഴിക്കണം, എത്ര പ്രോട്ടീൻ കഴിക്കണം. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ബ്രോ ഒരു ദിവസം എന്തൊക്കെ കഴിക്കും ചോദിച്ചിട്ടുണ്ടോ? വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമേ ഉള്ളൂ നല്ല രീതിക്ക് ഡയറ്റും നോക്കുന്ന ജിമ്മിൽ നിൽക്കുന്ന ആൾക്കാർ. പല ആൾക്കാർക്കും ഒരു അത്രയും വലിയ സാലറി കാര്യങ്ങളൊന്നുമില്ല, ഒരു പാഷന്റെ പുറത്ത് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? എല്ലാ ജോലിയിലും അതിൻ്റെതായിട്ടുള്ള എഫേർട്ടും കാര്യമുണ്ട്. വേറെ ജോലിക്ക് പോകാത്തത് ഒരു പാഷന്റെ പുറകിൽ പോകുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലുള്ള തൊലിഞ്ഞ ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു ട്രെയിനറിന്റെ അടുത്തൊന്നും ചെല്ലരുത്.